പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യാത്രാ പ്രദർശനമേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. ഇന്ത്യയും മേളയിൽ സജീവ സാന്നിധ്യമാണ്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യാത്ര വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ ചലനങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പ്രദർശനമായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ തുടക്കമായിരിക്കുകയാണ്. മേളയുടെ 31ാമത് എഡിഷനാണ് ഇത്തവണ പുരോഗമിക്കുന്നത്. 165-ലധികം രാജ്യങ്ങളിൽ നിന്ന് 2300ഓളം പ്രദർശകരാണ് ഇത്തവണ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനായി എത്തിയിരിക്കുന്നത്. ഏറെ വിസ്മയകരമായ കാഴ്ചകളാണ് ഇത്തവണയും അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. മേളയിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ സജീവ സാന്നിധ്യമായി ഇന്ത്യയും ഇത്തവണയും രംഗത്തുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ വലിയ പവലിയനിലൂടെ ഇന്ത്യ. Happy to inaugurate the Indian Pavilion at the Arabian Travel Mart. This is one of the premier travel shows anywhere in the world, and I am told that we have been participating here for the past 4 decades. What I would just say is that India as a tourist destination has something for everybody, has something to offer for everybody, to cater to everybody's palate, their desires. This is a place where you can have wildlife tourism, we can have mountain, we have the beaches, we have the hill resorts, we have entertainment tourism. I think India is a place which needs to be explored. ടൂറിസം രംഗത്തെ ഈ രാജ്യത്തിന്റെ സാധ്യതകളെ കൃത്യമായി അവതരിപ്പിക്കാൻ നിരവധി പവലിയനുകൾ ഓരോ എമിറേറ്റുകളും പ്രത്യേകമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. റാസൽ ഖൈമയിൽ സ്റ്റേക്കേഷന്റെ വലിയ സാധ്യതകളെയാണ് റാസൽ ഖൈമയിലെ ടൂറിസം ഓപ്പറേറ്റർമാർ വിശദീകരിക്കുന്നത്. ഇൻ റാസൽ ഖൈമ സ്റ്റേക്കേഷൻ ഈ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻബൗണ്ട് ടൂറിസം ശരിക്കും നമുക്ക് കുറയും. അപ്പോൾ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അറൗണ്ട് 2 years ബാക്ക് ഏതാണ്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഭയങ്കര ഫുള്ളാണ്. ഇപ്പോൾ റാസൽ ഖൈമയിൽ ഹോട്ടൽസ് നോക്കുവാണെങ്കിൽ അറൗണ്ട് 60-70% ഓഫ് ഓക്യുപ്പൻസി സ്റ്റേക്കേഷൻ കൊണ്ട് മാത്രമാണ്. ഇൻബൗണ്ട് ടൂർ മീൻസ് ഇവിടെ ഉള്ള ഡൊമസ്റ്റിക് ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് റാസൽ ഖൈമ എന്ന് പറയുന്നത്. കാരണം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഇൻബൗണ്ട് വെളിയിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഭയങ്കരമായിട്ട് കുറവാണ്. ഇത് ഞങ്ങൾക്ക് ഒരു ബൂസ്റ്റാണ് ഭയങ്കരമായിട്ട് സ്റ്റേക്കേഷൻ. ഖൈമയിൽ ഓരോരോ പുതിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങളും ഒരു അഡ്വഞ്ചറിൻ്റെ പാർട്ടായിട്ട് നമ്മളൊരു ക്യാമ്പിംഗ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഡെസേർട്ട് ക്യാമ്പിംഗ് ആണ്. യാത്രയിലെ പുത്തൻ അനുഭവങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്നത് വിവിധ എയർലൈനുകൾ തങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ രംഗത്തുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള ഈ മാസം 9-നാണ് സമാപിക്കുക. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.